കേക്കുകളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ബന്ധമുണ്ട്, കഴിച്ച് നല്ല ബന്ധമുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെയാണ്, കേക്കും വൈനും ഒക്കെയാണ് മൊത്തത്തില്. അപ്പൊ നമ്മുടെ വീട്ടിലും ഫുള്ള് കേക്കും വൈനും കേട്ടോ. എൻ്റെ അമ്മ ഒരു ഹോം ബേക്കറാണ്. അപ്പം നമ്മുടെ കേക്ക് പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇന്നത്തേത്. അതിനു മുമ്പേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഐശ്വര്യ, ഐ എം 24. അപ്പൊ നമ്മൾ താമസിക്കുന്ന ആലപ്പുഴയിലാട്ടോ. ആലപ്പുഴ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് മാറിയാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു 9 years ആയിട്ട് അമ്മ കേക്ക് ബേക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഒരു 1 year ആയിട്ട് നമുക്ക് ചെറിയ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ ചെറുതായിട്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓർഡർ അനുസരിച്ചും കേക്ക് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേയും കേക്കിന്റെ അവിടെ വെക്കാറുണ്ട്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? കേക്കിന്റെ കലാപരിപാടികളൊക്കെ ഒന്ന് കാണാം, വായോ. ഇന്നെല്ലാം ക്രിസ്മസിന്റെ പരിപാടികളാട്ടോ. ഇന്ന് ക്രിസ്മസ് കേക്ക്, അതായത് പ്ലം കേക്കും ക്യാരറ്റ് കേക്കും ആണ് ഇന്ന് മൊത്തം. ക്രീം കേക്ക് കൊണ്ടത് വൈകിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇന്നത്തേക്ക് നമ്മുടെ പ്ലം കേക്കും ക്യാരറ്റ് കേക്കിന്റെ ഒക്കെ ഒരു വീഡിയോ എടുക്കാന്ന്. അപ്പൊ അതിന്റെയൊക്കെ ഒരു വിശേഷങ്ങൾ നിങ്ങളിപ്പം ഓക്കെ. അമ്മ അപ്പൊ ക്യാരമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാരമൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം കേട്ടോ. പക്ഷെ ഞങ്ങള് ഹോം മെയ്ഡ് ആയതുകൊണ്ട്, പ്യുവർലി ഹോം മെയ്ഡ് ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ക്യാരമൽ ചെയ്തിട്ട് നമുക്ക് കേക്കിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ക്യാരമലിന്റെ പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ക്യാരറ്റ് പ്ലം കേക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോയൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം നാച്ചുറലായിട്ട് ചെയ്യാനാണ് ശ്രമിക്കാറ്. അപ്പോൾ വീട്ടിൽ നമുക്ക് ചെറിയുണ്ട്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കേക്കിൽ ചേർക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം പറിച്ചിട്ട് വൈനിൽ സോക്ക് ചെയ്തിട്ടാണ് കേക്കിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പറിച്ചു. നേരത്തെ തന്നെ പറിച്ചിട്ട് നമ്മൾ വൈനിൽ സോക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇതൊക്കെ പിന്നെ ആയിട്ടുള്ളതാണ്. മാക്സിമം നമ്മൾ എല്ലാം നാച്ചുറലായിട്ട് വീട്ടിൽ നിന്നൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ സ്ഥിരം എല്ലാ വർഷവും നമ്മൾ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണിത് കേക്കിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ.
കേക്കിൻ്റെ കലാപരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ പ്ലമ്മിലും ക്യാരറ്റ് കേക്കിലും ഒക്കെ ആഡ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതായത് നമ്മൾ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഒത്തിരി മാസം മുന്നേ തന്നെ നമ്മൾ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം നെയ്യ് ചേർക്കുകയാണ്. ഈ നെയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. പ്യുവർലി ഹോം മെയ്ഡാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. (24x7) കേക്ക് അവൈലബിൾ ആട്ടോ. എപ്പോൾ വേണമെങ്കിലും പോരെ, ഇവിടെ കേക്ക് സെറ്റ്. അപ്പം നമ്മുടെ പാക്കിംഗ് ഇങ്ങനെയാണ്. മേളിൽ ഇരിക്കുന്നത് 1 kg പ്ലം ആണ്, താഴെ ഇരിക്കുന്ന 1/2 kg പ്ലം ആണ്. ഇങ്ങനെയാണ് കേട്ടോ പാക്കിംഗ് വരുന്നത്. ആണോ? ഇത് നമ്മൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് പ്രീമിയം ബേസിൽ ചെയ്യാറുണ്ട്, അത് ബട്ടറിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാഷ്വലായിട്ട് ചെയ്യുന്ന ഓയിലിലാണ്. അപ്പോൾ ബട്ടർ പ്ലമ്മും ഉണ്ട്, ഓയിൽ പ്ലമ്മും ഉണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. അങ്ങനെ എല്ലാവിധ ഫ്ലേവറുകളും അവൈലബിൾ ആണ്.